പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇന്നത്തെ യാത്ര നീ ആശീർവദിക്കണമേ. വലിയ മഴയും കോളും കാറ്റും വാഹനങ്ങൾ ദൗർലഭ്യതയും പലതരത്തിലുള്ള തിരക്കുകളും, കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, പുതിയ സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൊണ്ട് ആക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് പനിയും ജലദോഷങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിക്കാനുള്ള ആർത്തിയും ആഗ്രഹവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും പലരും നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നാട് വിട്ടു പോകേണ്ടാത്തവർക്ക് പോലും കർത്താവേ, തങ്ങൾക്കെന്തോ കുറവുണ്ടെന്ന് പറഞ്ഞ്
തങ്ങൾക്ക് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതം ഇങ്ങനെ മുട്ടി പോലെ നിൽക്കുന്നവരുണ്ട്. ഈശോയെ, ആവശ്യമില്ലാത്ത ടെൻഷൻ, മറ്റുള്ളവരെ ഭാരം കൊടുക്കുന്ന, അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം കർത്താവെ നിന്നെ സത്യത്തോടെ തേടുന്നവരും അവർ ആത്മീയ ഉപദേശം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ നീ ഈശോ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കണമേ. ഏതെല്ലാം തരത്തിൽ മക്കൾ അധൈര്യരാകുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ അധൈര്യരാകുന്നുവോ, വാക്കുകൊണ്ട് വാപൊളിച്ച് മിണ്ടാനറിയാൻ പാടില്ലാത്തവർ, പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവർ, പറഞ്ഞാൽ മറ്റുള്ളവർ സ്വരമുണ്ടാക്കി സത്യത്തെ അടിച്ചമർത്തി കളയുന്നവർ, അതുകൊണ്ട് തങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ, ഇങ്ങനെ അതുകൊണ്ട് സൈഡിലായി പോകുന്ന ആൾക്കാർ ഇങ്ങനെ കുടുംബത്തിലും പൊതുസമൂഹങ്ങളിലും ഉണ്ട്. കർത്താവെ, അവർക്കെല്ലാം വേണ്ടി വാദിക്കണമേ. കർത്താവെ, നിൻ്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ കാര്യത്തെ എനിക്ക് പറയാൻ ആരുമില്ല, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ല. ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ കേൾക്കണത് ശരിയാണോ, ഞാൻ അവിടെ തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഗതി പിടിക്കുമോ, ആരോട് ചോദിക്കാൻ, ആര് പറയാൻ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഞാനിപ്പോൾ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവരിറങ്ങി വസിച്ചുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിൻ്റെ ജീവിതത്തിന് വേണ്ടിയും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിത്യപിതാമത്വനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, തെറ്റിൻ്റെ കാരണങ്ങൾ ഈശോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. തെറ്റു വരാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷം 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എൻ്റെ വിഷയം വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറഞ്ഞാൽ, ഈശോ അതിൻ്റെ തത്സമമായിട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വചനത്തിനെക്കുറിച്ച് തന്നെയാണ് ഈശോ അതിൻ്റെ വചനം എന്താണെന്ന് പറയണത്. വചനം എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അതാണ് നമ്മൾ റോമ 1:16 ഇടയ്ക്ക് വായിക്കാറില്ലേ? സുവിശേഷം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. അപ്പോൾ ഈ വചനം ശക്തിയാകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ വചനം എഴുതുന്നവരുണ്ട്, ഇല്ലേ? എൻ്റെ അടുത്ത് ഇന്നാൾ ഒരു സഹോദരി നല്ല കളർഫുള്ളായിട്ട് ഗോൾഡ് കവറിട്ട് എൻ്റെ സൈഡിലെല്ലാം ചുവപ്പ് ചായം തേച്ച് ഒരടിയടി ബൈബിൾ തന്നെ അവർ കണ്ട് 3 വർഷം എന്തോ എടുത്ത് എഴുതിയതാണ് കൈകൊണ്ട്. ബൈബിള് കൈകൊണ്ട് എഴുതുന്ന കുറേ മനുഷ്യരുണ്ട്. അവരതിനോട് കാണിക്കുന്ന റെഫറൻസ് ഭയങ്കരമാണ്. അതിനെടുക്കുന്ന സമയം, അതിനുവേണ്ട ദൈവസ്നേഹം, അതൊരു സാക്ഷ്യമാണ് ശരിക്കും. പക്ഷേ പലതരത്തിൽ നമുക്ക് വചനത്തെ ഗ്ലോറിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈശോ പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ ഈശോ പറയും, അത് ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? പവർ ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ വചനം എഴുതുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് വചനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്? അത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഈശോ പറഞ്ഞത്, ഇപ്പോൾ 22-29 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പം വിശുദ്ധ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പം വിശുദ്ധ വചനത്തിൽ ഭരണമെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ എഴുതുമ്പോഴോ ആ ശക്തി നമ്മളിലേക്ക് ഒരു മെറ്റാബോളിസം നടക്കുന്നുണ്ടോ, ഒരു പചന പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ വിത്ത് ദൈവവചനമാണെന്ന് പറയുന്നില്ലേ, വിത്ത് വചനമാണെന്ന് പറയുന്നില്ലേ? ഇപ്പം നെല്ലിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് വചനമാണ്. വചനത്തെ വിത്തായിട്ടാണ് കർത്താവ് ഒരു ഉപമയിൽ പറയണത്.
ലൂക്കാ 8:11. വിത്ത് ദൈവവചനമാണ്. വിത്ത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തെ അവിടെ വിത്ത് എന്നാണ് വിളിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നെല്ലിൻ്റെ വിത്ത് അത് എനർജി ആയിട്ട് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ, അപ്പോൾ അറിയാത്ത കൊണ്ട് എനിക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ വിത്ത് എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? ഇപ്പം നെല്ല് തന്നെ എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? അത് ചോറാകുമ്പോഴാണ്. എങ്ങനെയാണ് അതിനെ വേവിക്കണത്? വചനത്തെ വിത്താകുന്ന വചനത്തെ വേവിക്കണത് എങ്ങനെയാണ്? അത് ദൈവസ്നേഹത്തിൻ്റെ ചൂടിലാണ് ഈ സംഭവം വേകണത്. അതിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ചിലപ്പോൾ പ്രത്യാശയാകും, അല്ലെങ്കിൽ വിശ്വാസമാകും. ഇപ്പം ഈ വിത്ത് വേവിച്ച് കഴിയുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക പുണ്യങ്ങളിലാണ് ഈ വിത്ത് ചോറാകണത്, എന്നാൽ ഭക്ഷിക്കാൻ പറ്റുന്ന പരുവത്തിലാകണത്. വചനം ഇപ്പം നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല, പ്രത്യാശയില്ല. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളവർക്കും പ്രത്യാശയില്ലാത്ത ഒരു വചനം എഴുതുകയെന്ന്. വചനം ആർക്കും എഴുതാമല്ലോ. പക്ഷേ ഈ വചനത്തിന് അത് എഴുതുമ്പോഴും പറയുമ്പോഴും, ഞങ്ങളെപ്പോലെ പറയുമ്പോഴും, ഈ വചനം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെല്ല് ചോറാകണമെങ്കിൽ അത് പുഴുങ്ങണം. അതിനെന്തൊക്കെ വേണം? അതിന് തീ വേണം, വെള്ളം വേണം, കലം വേണം, കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് എല്ലാം ഉപയോഗിച്ച് അത് ചോറാക്കി കഴിയുമ്പോൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചോറെന്താണ്? ചോറ് കഴിക്കുമ്പോൾ അത് അന്നജം അന്നജമായി മാറുന്നു. അന്നജമായി മാറ്റുമ്പോൾ ചോറിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് സ്റ്റാർച്ചുണ്ട്. ദഹിച്ച് കഴിയുമ്പോൾ എന്താ വരുന്നത്? പചന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, പചനം ദഹിച്ച് കഴിയുമ്പോൾ, ചോറ് ദഹിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർച്ച് വരും, ഷുഗർ വരും. എനർജി കണ്ടൻ്റാണ് ഷുഗർ. പിന്നെ 7% പ്രോട്ടീൻ വരും. അപ്പോൾ ഈ പ്രോട്ടീൻ, സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഒക്കെ പിന്നെ എന്ത് ചെയ്യും? അത് ബ്ലഡിലോട്ട് കലരും. ബ്ലഡിലോട്ട് കലർന്ന് ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഇത് കോശത്തിന് കൈമാറും. അപ്പോൾ കോശം എന്ത് ചെയ്യും? കോശം ഇതിൻ്റെ അകത്തു നിന്നുള്ള മിനറൽസ് എടുത്തിട്ട് കഴിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് വരുമ്പോൾ അത് കോശം മൾട്ടിപ്പിളാവും, അത് വിഭജിക്കും. അങ്ങനെ മനുഷ്യർ വളരണത്. അപ്പം അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇപ്പം ദൈവവചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോൾ ഈ വചനം ദഹിച്ചാൽ മാത്രമേ ഇത് പവറായിട്ട് വരത്തുള്ളൂ. അത് ഭയങ്കര സീരിയസാണ്. ഇപ്പോൾ ആ വചനം ദഹിക്കുമ്പോൾ എന്ത് വരും? ദഹിക്കുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു. പിന്നെ നെല്ലില്ല, വചനമില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലഡായി മാറി, ക്യാപ്ചർ ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കൊണ്ടുപോകും, നല്ല സാക്ഷ്യം നോക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വിദേശ രാജ്യത്ത് പോയി അവിടെ കമ്പ്യൂട്ടറിലായിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു പെൻഡ്രൈവിലാണ് കൊടുക്കുന്നത്. പെൻഡ്രൈവ് കൊടുക്കുമ്പോൾ ഉടനെ അവരത് ക്യാപ്ചർ ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് ഇങ്ങോട്ട് തരും. ആ ക്യാപ്ചറിങ്, ഈ വചനം ക്യാപ്ചർ ചെയ്യണതാണ് എനർജി ആയിട്ട് മാറണത്. ഇത് അപ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പം നിങ്ങൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു മുറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ട്യൂഷന് പോയിരിക്കുക. അപ്പോൾ അമ്മ പറയും, മുറിയൊക്കെ അടിച്ചിട്ട് മക്കളെ. അപ്പം പിന്നെ ആകുമ്പോൾ മുറിയൊക്കെ സന്ധ്യപ്രാർത്ഥന സമയമായെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അനിയത്തി പോയിട്ട് ഒരു മുറി അടിക്കും. അടിച്ചിട്ട് അവരവിടെ പോകും, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം വരും പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഇത് അടിച്ചില്ലേ ഈ മുറിയൊന്നും? അപ്പോൾ അമ്മ മകളെ നോക്കും, അടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനടിച്ച്, എൻ്റെ മുറി ഞാനടിച്ച്, അത് ചേച്ചിയുടെ മുറിയാണ്, ചേച്ചി വരുമ്പോൾ അടിക്കുമെന്ന്. അതാണ് വിഷയം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, ഈ വചനങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇത് എനർജി ആയിട്ടില്ല. കാര്യം നമുക്കൊരു സഹനവും ഒരു വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് തരുമ്പോൾ നമ്മൾ നമ്മുടേത് മാത്രം ചെയ്തിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയെന്ന് ഓർക്കണം, തിന്നായിരിക്കുകയല്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും മനുഷ്യർ, കാര്യം ദഹിക്കാത്ത വചനങ്ങൾ ഭയങ്കരമായി ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. വചനങ്ങൾക്ക് കേൾക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല, അത് നെല്ലായിട്ട് അങ്ങനെ ഇരിക്കും, ദഹിക്കത്തില്ല ഈ സംഭവം. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അപ്പം ദൈവശക്തി നമ്മളെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എളുപ്പമാകും. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈശോ എന്താ പറഞ്ഞത്? നിന്നോട് 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവർ 2 മൈൽ പോകണമെന്നല്ലേ മകളെ പറഞ്ഞത്. കാര്യം എന്താ? ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് തരുമെന്നാണ്. അപ്പോൾ വചനം നമ്മൾ കേട്ട്
വചനം ദഹിച്ചു ദൈവസ്നേഹമായിട്ട് നിറഞ്ഞ് പവറായി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വർക്കിംഗ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ഓർമ്മയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയും, മകളെ ഈശോ എന്താ പറഞ്ഞത്, 1 മൈൽ പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന കൂടെ 2 മൈൽ പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴുടനെ ആ പരിശുദ്ധാത്മാവിന് അവൾക്ക് വ്യാഖ്യാനം കൊടുക്കും. അത് ശരിയാണ്, എന്നോട് 1 മുറി അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് 2 മുറി അടിക്കണം. അതാണ് വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ധ്യാനമൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ 10-100 ധ്യാനം കൂടി ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാ പഴയ അവസ്ഥ തന്നെ, പെരുമാറ്റത്തിലും രീതിയിലുമൊക്കെ പഴയ അവസ്ഥ തന്നെ. അവർ തന്നെ നമ്മൾ പറയുമ്പോഴൊക്കെ അത് മനസ്സിലാകണതേ. ഇപ്പം ഞാൻ നിങ്ങൾ എത്ര ധ്യാനം കൂടി എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും, ഞാൻ വെച്ചാൽ എല്ലാ മാസവും കൂടും ധ്യാനം, എല്ലാ മാസവും ധ്യാനം കൂടുമെന്ന്. ഓരോ സ്ഥലത്ത് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇവിടെ ധ്യാനമുണ്ട്, എല്ലാ മാസവും വന്ന് കൂടും. പക്ഷേ ഇന്ന് വരെ ഈ പചന വ്യവസ്ഥ നടന്നിട്ടില്ല. വിത്തായിട്ട് തന്നെ ഇരിക്കുന്നു. അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതലമായി മാറുകയും പരിശുദ്ധാത്മാവ് ആലോചനയുടെ വ്യാഖ്യാനങ്ങളിലെയോ പ്രാർത്ഥനാപരങ്ങളിലെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ്. അപ്പം ഇത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നിറയാനും ദൈവവചനവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്ത കർത്താവിൻ്റെ കാലത്തെ ആൾക്കാരെ പോലെ ആവാതെ ഈ വചനത്തിൻ്റെ സമൃദ്ധിയുടെ ഈ വസന്ത മഴയിൽ അത് അവോളവും ആഹരിക്കുകയും അത് ദഹിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് നീന. ഞാൻ എറണാകുളം ചാത്യാത്ത് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും കാനഡയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 2 മാസത്തേക്ക് ലീവിന് വന്നിരിക്കുകയാണ്. ഇതിൽ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കാനഡയിൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, എനിക്കൊരു ജോലി ലഭിക്കണം. അറിയാലോ, കാനഡയിൽ ഭയങ്കര ടഫാണ് ജോലി ലഭിക്കാൻ. ഞാൻ ചെന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു കോൺവെൻറ്റിൽ ചൈൽഡ് കെയറിൽ, അതായത് വോളണ്ടിയറായിട്ട് 1 മാസത്തേക്കാണ് എന്നെ അവിടെ അവർ നിർത്തിയത്. പിറ്റേ ദിവസം തന്നെ എനിക്ക് ചൈൽഡ് കെയറിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് അവരൊരു 3 മാസവും കൂടി അവിടെ വർക്ക് ചെയ്യാനുള്ള തന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഒരു ജോലി വേറെ നോക്കണമല്ലോ. പക്ഷേ ഞാൻ ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചും ധ്യാനം എല്ലാം ഓൺലൈനിലെല്ലാം ഞാൻ കൂടുന്നുണ്ടായിരുന്നു. ഒരു മിറക്കിൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ ഫുൾ ടൈം ജോബായിട്ട് എനിക്കവിടെ ലഭിച്ചു. ഇപ്പോഴും ഞാനവിടെ വർക്ക് ചെയ്ത് പോവുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം, എനിക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അത് ഇച്ചിരി ടഫാണ്. ആദ്യത്തെ ഞാൻ ടൊറൻറ്റോയിലാണ്, അപ്പോൾ അവിടെ കിട്ടാൻ ഇച്ചിരി ടഫാണ്. എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫാണ് ആദ്യത്തേൽ കിട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ പോയി ടെസ്റ്റിൻ്റെ ദിവസം, അതായത് എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, മാതാവിൻ്റെ ഉപ്പും പിന്നെ തൈലവും. ഉപ്പ് ഞാൻ കാറിലോട്ട് കയറുമ്പോൾ തന്നെ ചവിട്ടാത്തൊരുത്ത് ഇട്ടു, തൈലം വെച്ചു, കുരിശ് വരച്ചു. കാശ് രൂപ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് ആൾ വരാനായിട്ട്, വെയിറ്റ് ചെയ്യണം. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താണ് നമുക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആൾ വന്നു, ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയില്ല, എനിക്കൊരു പേടി ഒന്നും വന്നില്ല. പുള്ളി പറഞ്ഞതെല്ലാം പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്യാനും. ഏറ്റവും പാടുള്ളത് റിവേഴ്സായിരുന്നു പാർക്കിംഗ്. അവരതൊരു ടഫുള്ളൊരു സ്പോട്ടിലാണ് എനിക്ക് പാർക്കിംഗ് തന്നത്. അതുപോലും ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തു. ഫസ്റ്റിലെ തന്നെ എനിക്ക് ആ ലൈസൻസ് ലഭിച്ചു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഡാഡിയുടെ സിസ്റ്ററാണ്, കാനഡയിൽ നിന്ന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട്. ആൻറ്റിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു, ഒരു ക്ഷീണവും തളർച്ചയൊക്കെ വന്നപ്പോൾ ആൻറ്റീനെ സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ ചെക്ക് ചെയ്തപ്പോൾ ആൻറ്റിക്ക് അറ്റാക്കായിരുന്നു.
അപ്പോൾ അറ്റാക്ക് വന്ന ആൻറ്റി ഒരു 2 ഡേയ്സ് അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു ആൾ, ICUലൊക്കെ ആയിരുന്നു. അപ്പം ഞാനും ഉണ്ടായിരുന്നു, ഞാനും നിൽക്കുമായിരുന്നു രാത്രിയും, പിന്നെ പകൽ നമ്മൾ ജോലിക്കും പോകും, സിസ്റ്റേഴ്സും നിൽക്കും. അങ്ങനെ ഞങ്ങൾ മാറി മാറിയാണ് നിന്നത്. അപ്പോഴൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ തൈലം ആൻറ്റിയുടെ എല്ലാ സ്ഥലത്തും ഞാൻ തേച്ച് കൊടുക്കും, അതുപോലെ പ്രാർത്ഥിക്കും. ആൻറ്റിയുടെ കഴുത്തേൽ ഓൾറെഡി ഒരു കാശുരൂപം ഉണ്ട്, അത് മാത്രം അവർ ICUന്ന് ആൻറ്റിയുടെ കഴുത്തിൽ നിന്ന് മാറ്റിയില്ല. ബാക്കിയെല്ലാം അവർ മാറ്റി, അത് മാത്രം ആൻറ്റിയുടെ മാറ്റിയില്ല. അത് കഴിഞ്ഞു അവർ പറഞ്ഞു ആൾക്ക് കിഡ്നി ഫങ്ഷനിങ് അല്ല, അപ്പോൾ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഹാർട്ടിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് ആൻറ്റി കിടന്നേച്ചത്. അത് കഴിഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ആൻറ്റിയുടെ നിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, ആളെ കിട്ടുമെന്ന് പോലും പറഞ്ഞ് അത്രയും ഒരു ഇതിലായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണേ ആയിരുന്നു. ഞാനും ഓൺലൈനിലാണ് എല്ലാം റിന്യൂ ചെയ്തത് ഉടമ്പടി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എല്ലാം, അതായത് യൂറിൻ പോണില്ല, എല്ലാം ബ്ലോക്കാണ്, എല്ലാം കൊണ്ടും വേറൊരു ഓപ്ഷൻ ഇല്ല, ഡയാലിസിസ് ചെയ്തേ പറ്റൂ. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ആൻറ്റിക്കും ഭയങ്കര വിഷമമായിരുന്നു, അത് ചെയ്യാൻ താല്പര്യമില്ല. അവരും കുറേ ആൻറ്റിനോട് സംസാരിച്ചു. അവസാനം ആൻറ്റി കരഞ്ഞുകൊണ്ടാണ് യെസ് പറഞ്ഞത്. ചെയ്തോ ഡോക്ടർ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവിടെ മാതാവിൻ്റെ രൂപം ICUൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, പത്രം, അതുപോലെ തൈലം ഞാൻ ഡെയിലി തേച്ച് കൊടുക്കും ആൻറ്റിക്ക്, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കയറ്റി, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണേന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണത്, ഞാൻ ആൻറ്റിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ടൈം ഞാൻ ഓൺലൈനിൽ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വിട്ടു, ഇതൊന്നും ഒഴിവാക്കണം, എന്തെങ്കിലും ഒരു മിറക്കിൾ മാതാവേ നടത്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1.5 hours കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാതിൽ തുറന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൻറ്റി ചിരിക്കുകയാണ്. അപ്പം ഞാൻ വെച്ച് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഡോക്ടർ പുറത്ത് വന്നിട്ട് പറയുന്നത്, ഞാൻ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്യുന്നു, സംതിങ് ഹാപ്പൻ, അതായത് എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചു, പുള്ളിക്കാരത്തേക്ക് ഡയാലിസിസ് ചെയ്യണ്ട, അതായത് എല്ലാം നോർമലായി, യൂറിനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു, അവർക്ക് ഡയാലിസിസ് ചെയ്യാനും പറ്റുന്നില്ല, അത് ചെയ്യേണ്ട ആവശ്യം ഈ ആൾക്ക് ഇല്ലെന്നാണ് ആ ഡോക്ടർ പിന്നെയും പറഞ്ഞു. കീപ്പ് ഓൺ പ്രേയിങ്, ഈ ആൾക്ക് ഡയാലിസിസ് വേണ്ട, ഇതൊരു മിറക്കിൾ തന്നെയാണ്. ഡോക്ടറും ഭയങ്കര അത്ഭുതത്തോടെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. ആൻറ്റിയും ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആൻറ്റി കുറച്ച് ദിവസം അവിടെ കിടന്നു. ആൻറ്റി ഇപ്പോൾ പഴയതിനെക്കാട്ടും നല്ല സ്മാർട്ടായിട്ട്, ആൻറ്റി അവിടെ കോൺവെൻറ്റില്ല, അതായത് ചൈൽഡ് കെയറിൻ്റെ ഹെഡാണ്. അപ്പോൾ ആൻറ്റി കോൺവെൻറ്റിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ആൻറ്റി നല്ല ഭംഗിയായിട്ട് സ്മാർട്ടായിട്ട് പഴയതിനേക്കാളും നന്നായിട്ട് ആൻറ്റി ഇപ്പോൾ ചെയ്യുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു ആൻറ്റിയായിട്ട് വന്ന് സാക്ഷ്യം പറയാം. ആൻറ്റിയും പറഞ്ഞു നീ പോകുമ്പോൾ കൂടെ വരും സാക്ഷ്യം പറയാൻ. ഇതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നെ കാരുണ്യ പ്രവൃത്തികളും എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പൈസ അയച്ചു കൊടുക്കും. പിന്നെ ആരെ ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം താമസിച്ചത് എൻ്റെ ചൈൽഡ് കെയറിലുള്ള ഞാൻ പറയാം, എൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി, തൊട്ട് മുമ്പിൽ തന്നെയാണ് പള്ളി. അപ്പോൾ എനിക്ക് ഡെയിലി ഞാനിവിടെ നിന്ന് വരുമ്പോഴേ പറഞ്ഞു, എനിക്ക് കാനഡയിൽ പോയി എല്ലാവരും പറയും പള്ളിയിൽ പോകാൻ പറ്റില്ല, ഭയങ്കര പാടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ചെന്നാൽ എനിക്ക് ഡെയിലി പള്ളിയിൽ പോകണം, ഇത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരെയാണ് ആദ്യം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് 7 മണിക്കാണ് എനിക്ക് 8:30. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ 5:30 പോകും. ഞാൻ പള്ളിയിൽ എന്നെ ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്യും, പുള്ളി ജോലിക്ക് പോകും. എനിക്ക് അവിടെ പള്ളിയിൽ ആരാധന 6 മണിക്ക് തുടങ്ങും. 6 മണി ആരാധനയും കൂടി കുർബാനയും കൂടി 8:30 എനിക്ക് ജോലിക്കും കയറാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ തന്നു ഇതുവരെയും. അത് കഴിഞ്ഞു ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീട് നോക്കി. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഒരു വീട് തൊട്ടടുത്ത് തന്നെ, ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. അപ്പം ഞാൻ ഹസ്ബൻഡും പോയിട്ട് മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഫ്രണ്ടിലിട്ട്, ഞങ്ങൾക്ക് ഈ വീട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം എനിക്ക് നടന്ന് പള്ളിയിൽ പോയാൽ മതി. എങ്കിലും ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ 6:30 പോകും, തൊട്ടടുത്താണ്. പോയി ഞാൻ ആരാധനയും കൂടും, എനിക്ക് എല്ലാ ദിവസവും കുർബാനയും കൂടാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. കൂടാതെ എനിക്ക്
തിരി തീർന്നു പോയി. എങ്കിലും ഞാൻ നോർമലായിട്ടുള്ള തിരി കത്തിക്കുമ്പോഴും അതിൽ എനിക്ക് മാതാവിൻ്റെ രൂപം വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാർട്ട് ഷേപ്പ് എല്ലാം വരാറുണ്ട്. ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങാണ്. നമുക്ക് ജീവിതത്തിൽ വിഷമമുണ്ട്, വിഷമങ്ങൾ ഒത്തിരി വരും. പക്ഷേ സ്റ്റിൽ എനിക്ക് ചിരിക്കാനും അതായത് അതെല്ലാം സഹിക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എനിക്ക് ഈ വിഷമം തന്നു അങ്ങനെയല്ല. കൃപ ഇതിലിവിടെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് വിഷമം വരുമ്പോഴും നമ്മൾ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല, അത് സഹിക്കാനും എല്ലാം ദൈവം എനിക്കൊരു കൃപ. ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഈ ഉടമ്പടി എടുക്കണതിന് മുമ്പൊന്നും ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോവില്ല, അങ്ങനെ ബൈബിളൊന്നും വായിക്കാത്ത ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പ്രാർത്ഥന 5:30 വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജോലി അതായത് ഞാൻ ഡ്രസ്സ് ചെയ്യണ വരെ അതായത് ഈ സാക്ഷ്യങ്ങൾ വയ്ക്കും. സാക്ഷ്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പള്ളിയിൽ ഞാൻ പള്ളിയിലിരുന്നാണ് വായിക്കുന്നത്. ബൈബിള് വായിക്കും. അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറുന്ന വരെ സാക്ഷ്യവും പ്രാർത്ഥനയാണ് ഡെയിലി. ഇതുവരെ അതും മുടങ്ങിയിട്ടില്ല. അതിപ്പോൾ ഇവിടെ വന്നതാണെങ്കിലും എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സാക്ഷ്യം കേൾക്കലും ബൈബിള് വായിക്കലുമാണ്. അത് ഒരു സാക്ഷ്യം പോലും ഞാൻ മുടങ്ങൂല. എല്ലാം കാണുകയും ചെയ്യും, എല്ലാം ഷെയറും ചെയ്യും. അതുപോലെ ധ്യാനമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ ചിലർ ചോദിക്കും, ഈ സാക്ഷ്യം മൊത്തം നീ ഇങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയാം, അത് എല്ലാവരും കാണണം. അതായത് നമ്മൾ ഒരെണ്ണം പോലും ഞാൻ ഇതുവരെ മിസ് ചെയ്തിട്ട് എല്ലാ സാക്ഷ്യവും ഞാൻ ഷെയർ ചെയ്യും. പറ്റുന്ന പോലെ എല്ലാവരോടും ഞങ്ങൾക്ക് കാനഡയിൽ പോകാൻ പറ്റിയ കാര്യങ്ങളും എൻ്റെ മോളുടെ കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഈവൻ എൻ്റെ മോളാണെങ്കിലും എന്തിനു പോകുമ്പോഴും കാശ് രൂപം ഞാൻ കൊടുത്തു വിടും. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അസുഖം വന്നാലും കാനഡയിൽ അസുഖം വന്നപ്പോഴും നമ്മൾ എമർജൻസി പോയപ്പോഴും ഞാൻ കാശ് രൂപം എല്ലാം പിടിച്ചാണ് പോയത്. പുള്ളിക്ക് എല്ലാം നോർമലാണ്. ഇപ്പോൾ വേറെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഒത്തിരി അനുഗ്രഹം മാതാവ് ഇപ്പോഴും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ പറയുന്നത് അമ്മയുടെ ഈശോൻ്റെ ഇഷ്ടം എന്താണ് അതുപോലെ തന്നെ നടക്കട്ടെ. ഇതുവരെ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും 1 കോടി നന്ദി. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 5 വാക്യങ്ങൾ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നീന പച്ചാളം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്കൊരു ജോലി ലഭിക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ലൈസൻസ് കിട്ടാനുള്ള തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കാനഡയിൽ 3 മാസത്തേക്കുള്ള വിസയിലാണ് പോയെങ്കിലും അവിടെ തന്നെ ഒരു ഫുൾ ടൈം ജോബ് ലഭിക്കുകയും അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെയാണ് ഈ കുടുംബത്തിനത് ലഭിക്കുവാനൊക്കെ ഇടയായത്. അതോടൊപ്പം തന്നെയാണെങ്കിലും അവിടെ ലൈസൻസ് എടുക്കാനായിട്ട് പോകുമ്പോഴും നിരവധിയായ ഭയങ്ങളുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോടും ഉടമ്പടി വസ്തുക്കളോടൊക്കെ ചേർന്നുള്ള ഉറച്ച വിശ്വാസം, യാതൊരു വിധമായ ഭയം കൂടാതെ കൊണ്ട് തന്നെ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹമുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു വലിയ സാക്ഷിയായിട്ട് മാറുന്നത് തൻ്റെ തന്നെ അപ്പച്ചൻ്റെ പെങ്ങളായ സിസ്റ്ററിൻ്റെ രോഗസൗഖ്യം തന്നെയാണ്. അറ്റാക്ക് സംബന്ധമായ അസുഖത്തോടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖമല്ല, മറിച്ചത് കിഡ്നി ഫങ്ഷൻ അല്ല എന്നുള്ള രീതിയിലേക്ക് കടക്കുകയും ഡയാലിസിസ് ചെയ്യുന്ന തരത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലാണെങ്കിലും എല്ലാവരുടെയൊക്കെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും പരിശ്രമയോട് ചേർന്നുകൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഡോക്ടർ വരുമ്പോഴാണെങ്കിലും ചെക്കപ്പ് നടത്തുമ്പോഴൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരം തന്നെയാണ്. എന്ത് അത്ഭുതമാണ് അവിടെ നടന്നതെന്നുള്ളത്. കാരണം അത്ഭുതമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ്. പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായിട്ടുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന രീതിയിൽ വരികയും വളരെ സന്തോഷത്തോടുകൂടി ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഇവിടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും എൽത്താരയിൽ പ്രാർത്ഥിക്കുകയും